Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജിയിലെ തേർഡ് മോഡ്യൂൾ അതിൽ സെക്ഷൻ എ കൺസെപ്റ്റ്സ് ഓഫ് ജീൻ ജീനോം ആൻഡ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ ആണ്. അതിൽ തന്നെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സൊമാറ്റിക് ആൻഡ് ജെർമിനൽ, സ്പോണ്ടേനിയസ് ആൻഡ് ഇൻഡ്യൂസ്ഡ്, ഓട്ടോസോമൽ ആൻഡ് അലോസോമൽ, ക്രോമസോമൽ ആൻഡ് ജീൻ മ്യൂട്ടേഷൻസ്, അതെല്ലാം. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ മ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 1 മാർക്കിനോ ഒക്കെ ചോദിക്കാം ഡെഫിനിഷൻ ഓഫ് മ്യൂട്ടേഷൻ എന്ന് വിചാരിച്ചാൽ എന്താ പറയാം, നമ്മളുടെ ജനറ്റിക് മേക്കപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീനോടൈപ്പിന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് നടക്കുകയാണ്. അങ്ങനെ എന്ത് കാരണം കൊണ്ടോ ആവാം, നമുക്ക് നമ്മളുടെ ജീനോടൈപ്പിനൊരു മാറ്റം പെട്ടെന്ന് തന്നെ വരുന്നു. അപ്പോൾ ജീനോടൈപ്പിനൊരു മാറ്റം വന്നാൽ ഉറപ്പായിട്ടും ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ അവർ ഫിനോടൈപ്പിക് ക്യാരക്ടർ, അല്ലേ? നമ്മളുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിനും വ്യത്യാസം വരും. അത് മിക്കവാറും ഒരു ഡിസോർഡർ ആയിട്ടൊക്കെ ആയിരിക്കും വരിക. ഇനി ആദ്യമായിട്ട് മ്യൂട്ടേഷൻ എന്ന ടേം യൂസേജ് ചെയ്തത് ഹ്യൂഗോ ഡീവ്രിസ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പം അദ്ദേഹമാണ് ഇത് ഹെറിറ്റബിൾ ആണ്, ഫിനോടൈപ്പിക്കൽ ചേഞ്ചസ് ഇങ്ങനെ വരുന്നത് ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് ആദ്യം പറഞ്ഞത് ഹ്യൂഗോ ഡീവ്രിസ് ആണ്. പിന്നെ ഈ ഒരു സഡൻ ആയിട്ടൊരു ഹെറിറ്റബിൾ ചേഞ്ച് നടക്കുന്നു എന്നൊക്കെ ആദ്യമേ മനസ്സിലാക്കിയത് 1791 സയൻറ്റിസ്റ്റ് സെത്ത് റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യം ഇത് ഒബ്സർവ് ചെയ്തത്, ജനറ്റിക് ചേഞ്ചസ് വരുന്നു എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ഷീപ്പിൻ്റെ ഇടയിൽ ഒരു ആട്ടിൻകുട്ടിക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള ഷോർട്ട് ലെഗ്സ് കണ്ടു. അപ്പം അദ്ദേഹം വിചാരിച്ചു ഇതൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ. കാരണം എന്തുകൊണ്ടായിരിക്കും, എല്ലാ ആട്ടിൻകുട്ടികളും ഇതുപോലെ ജനിക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഫെൻസിങ് ഒക്കെ ചാടിക്കടന്ന് അപ്പുറത്തൊക്കെയുള്ള നെയ്ബേഴ്സിൻ്റെയൊക്കെ ക്രോപ്പിന് ഡാമേജ് വരത്തില്ല. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അദ്ദേഹം പർപ്പസ്ഫുള്ളി ഇങ്ങനെ ബ്രീഡ് ചെയ്ത് ഷോർട്ട് ലെഗ്ഡ് ആയിട്ടുള്ള ഷീപ്പുകളെ അദ്ദേഹം ബ്രീഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബ്രീഡ് ചെയ്തെടുത്ത ഷോർട്ട് ലെഗ്ഡ് ആയിട്ടുള്ള ഷീപ്പിനെ നമ്മൾ ആൻകൺ ബ്രീഡ് എന്നൊക്കെ പറയും. അപ്പോൾ ദീസ് ആർ ഓൾ അബൌട്ട് സം ഹിസ്റ്ററി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആരാണ് ശരിക്കും മ്യൂട്ടേഷനെ കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേര് ടി എച്ച് മോർഗൻ ആണ് ആദ്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് മ്യൂട്ടേഷനെ കുറിച്ചുള്ള പഠനം ചെയ്തത്. അത് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1910. അപ്പം ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് എല്ലാം കൂടുതൽ നടന്നിട്ടുള്ളത് ഫ്രൂട്ട് ഫ്ലൈ, ഡ്രോസോഫില മെലനോഗാസ്റ്ററിലാണ്. അദ്ദേഹം ഒബ്സർവ് ചെയ്തു വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന റെഡ് ഐഡ് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ വൈറ്റ് ഐഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ഫ്ലൈ കണ്ടു. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ പഠിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ തുടർ പഠനങ്ങളിലൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു കണ്ണിൻ്റെ ക്യാരക്ടറിന് മാത്രമല്ല വ്യത്യാസമുള്ളത്, വേറെ പല ക്യാരക്ടറിലും ഇതുപോലത്തെ ചേഞ്ചസ് വരുന്നു, മ്യൂട്ടേഷൻസ് വരുന്നു എന്നൊക്കെയുള്ളത് ടി എച്ച് മോർഗൻ ആണ് പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. അവിടെ നമ്മൾ ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് 1 മാർക്ക് 2 മാർക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ നമ്മൾ പല രീതിയിലാണ് ഇനി പറയാൻ പോകുന്നത്. അതിലെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരും, ബേസ്ഡ് ഓൺ ദ കൈൻഡ് ഓഫ് ദി സെൽ ഇൻ വിച്ച് ദ മ്യൂട്ടേഷൻ ഒക്കർ. അതാണ് ഫസ്റ്റ് ടൈപ്പ് മ്യൂട്ടേഷൻ നമ്മൾ പറയുന്നത്. ബേസ്ഡ് ഓൺ ദി കൈൻഡ് ഓഫ് ദ സെൽ, ഏത് സെല്ലിനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതനുസരിച്ച് നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒരെണ്ണം സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയും, രണ്ടാമത്തത് ജെർമിനൽ മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പം കൈൻഡ് ഓഫ് ദ സെൽ അനുസരിച്ച് ആദ്യത്തത് സൊമാറ്റിക് മ്യൂട്ടേഷൻ, സെക്കൻഡ് വൺ ഇസ് ദ ജെർമിനൽ മ്യൂട്ടേഷൻ. സൊമാറ്റിക് സെൽസിന് വരുന്ന മ്യൂട്ടേഷനാണ്, അതായത് നോൺ റീപ്രൊഡക്റ്റീവ് സെൽസിന് സംഭവിക്കുന്ന മ്യൂട്ടേഷനെ നമ്മൾ സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ അതൊരിക്കലും അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സൊമാറ്റിക് മ്യൂട്ടേഷന് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് വളരെ കുറവാണ്. അതേസമയം ജെർമിനൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേം സെൽസ്, ഓവം, സ്പേം അങ്ങനെയുള്ള സെൽസുകളിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നാൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഇൻഹെറിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ ആൻഡ് ദാറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് എ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്നുള്ളത് പറയാം. അതൊരു ജനറ്റിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്, അടുത്ത തലമുറയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ജെർമിനൽ മ്യൂട്ടേഷൻ കുറച്ച് സിഗ്നിഫിക്കൻസ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്.
ഇനി ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദ കോസേറ്റീവ് ഫാക്ടേഴ്സ്. ഏത് ഫാക്ടർ കാരണമാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എന്നതനുസരിച്ച് നമുക്ക് മ്യൂട്ടേഷനെ രണ്ട് രീതിയിൽ പറയും. സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ. സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രത്യേകിച്ചൊരു എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഏജൻറ്റിൻ്റെ എക്സ്പോഷർ കൊണ്ടൊന്നും അല്ല, എന്തോ കാരണം കൊണ്ട് നമുക്കറിയില്ലത്, ഒരു പക്ഷേ ഒരു അൺനോൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഏജൻ്റ് ആവാം, അതല്ലെങ്കിൽ നമ്മളുടെ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും ഒരു എറർ നടന്നിട്ടൊരു മെറ്റബോളിക് എറർ ആയിരിക്കാം റീസൺ, നമുക്കറിയില്ല. എന്തോ ഒരു കാരണം കൊണ്ട് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ പറയുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഏജൻറ്റോ ഒരു ഫാക്ടറോ വന്നിട്ട് മ്യൂട്ടേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂസ്ഡ് ഏജൻസിനെ, ഈ ഇൻഡക്ഷൻ സംഭവിച്ച ഏജൻസിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ നമ്മൾ മ്യൂട്ടജൻസ് എന്ന് പറയും. മ്യൂട്ടജൻസ് ഓർ മ്യൂട്ടജനിക് ഏജൻസ് എന്ന് പറയും. അപ്പം മ്യൂട്ടജൻസ് എന്ന് പറയുന്നത് കാരണം എന്തിനുള്ള കാരണക്കാരാണ്? അവർ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ്റെ കാരണക്കാരാണ്. അത് രണ്ട് രീതിയിലാവാം, ഫിസിക്കൽ ഓർ കെമിക്കൽ എന്നുള്ളതാണ്. രണ്ട് രീതിയിലാവാം മ്യൂട്ടജൻസ് അല്ലെങ്കിൽ മ്യൂട്ടജനിക് ഏജൻസ്. ഫിസിക്കൽ എന്ന് പറയുമ്പം റേഡിയേഷൻസ് ഒക്കെ ആയിരിക്കാം. ദാറ്റ് ക്യാൻ ബി അയണൈസിങ് ഓർ നോൺ അയണൈസിങ് റേഡിയേഷൻസ്. പിന്നെ ടെമ്പറേച്ചർ എന്നൊക്കെയുള്ള ഒത്തിരി ടെമ്പറേച്ചർ എക്സ്പോസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫിസിക്കൽ മ്യൂട്ടേഷൻ, മ്യൂട്ടജൻസ് കൊണ്ടുള്ള മ്യൂട്ടേഷൻ, ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ വരാം. ഇനി ചില കെമിക്കൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചില കെമിക്കൽസ് ഒക്കെ വെച്ച് ചില കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് മസ്റ്റാർഡ് ഗ്യാസ്, നൈട്രസ് ആസിഡ്, പെറോക്സൈഡ്സ്, ബേസ് അനലോഗ്സ് ഒക്കെ അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അപ്പം ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷന് കാരണം മ്യൂട്ടജൻസ് ആണ്. അത് രണ്ട് രീതിയിലാണ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മ്യൂട്ടജൻസ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ടൈപ്പിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, മൂന്നാമത്തെ ടൈപ്പിൽ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ക്രോമസോംസ്, ഏത് ക്രോമസോംസിനെയാണ് മ്യൂട്ടേഷൻ ബാധിക്കുന്നത് എന്നുള്ളതനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമ്മൾ ഓട്ടോസോംസ് ആൻഡ് അല്ലോസോംസ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പഴയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. ഓട്ടോസോംസ് ആൻഡ് അല്ലോസോംസ്. ഓട്ടോസോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് ഉള്ള കോമൺ ആയിട്ടുള്ള എല്ലാ സെൽസുകളിൻ്റെ അകത്തുള്ള ക്രോമസോംസ്. അല്ലോസോംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ സെക്സ് ക്രോമസോംസ്. നമ്മുടെ ഓവം അല്ലെങ്കിൽ നമ്മുടെ സ്പേം ഇതിനുള്ളിലുള്ള ക്രോമസോംസ് ആണ് അല്ലോസോംസ്. അപ്പം ഓട്ടോസോംസ് ആൻഡ് അല്ലോസോംസ്. അപ്പം ഓട്ടോസോംസിൽ നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ നടന്നാൽ അത് ഓട്ടോസോമൽ മ്യൂട്ടേഷൻ. ഇനി സെക്സ് ക്രോമസോംസിലാണ് അല്ലെങ്കിൽ അല്ലോസോംസിലാണ് മ്യൂട്ടേഷൻ നടന്നതെങ്കിൽ അതിനെ നമ്മൾ അല്ലോസോമൽ മ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ടൈപ്പിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് പറയാനുണ്ട്. അത് ഓട്ടോസോമൽ മ്യൂട്ടേഷൻസ് ആണ്. അത് രണ്ട് രീതിയിലാണ്, ഓട്ടോസോമൽ ഡോമിനൻറ്റ് മ്യൂട്ടേഷൻ ആൻഡ് ഓട്ടോസോമൽ റെസസീവ് മ്യൂട്ടേഷൻ. നമ്മൾ ഡൊമിനൻറ്റ് റെസസീവ് എന്നുള്ള ടേം എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അവിടെ എന്താണ് ശരിക്കും ഓട്ടോസോമൽ ഡൊമിനൻറ്റ് മ്യൂട്ടേഷനിൽ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിംഗിൾ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ജീനിന് രണ്ട് ഭാവങ്ങളുണ്ട് അല്ലേ, 2 ഫോംസ് ഓഫ് ജീൻ, ദേ ആർ നോൺ ആസ് അല്ലീൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഒരു അല്ലീലിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 അല്ലീലാണിതെന്ന് വിചാരിക്കുക, അതിൽ ഏതെങ്കിലും ഒരെണ്ണം അഫക്റ്റഡ് ആണ് എന്നുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ പറയുന്ന ഒരു ഡിഫക്റ്റ്, മിക്കവാറും ഈ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ എന്തുതരം മ്യൂട്ടേഷൻ ആണെങ്കിലും അതിനകത്ത് നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡിസോർഡർ ആയിരിക്കും. അപ്പം ഈ ഒരു അല്ലീലിന് അഫക്റ്റഡ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ വ്യക്തി എങ്ങനെ ഇരിക്കും? ഒരു ഡിസോർഡർ ഉള്ള ആളായിരിക്കും. അതാണ് അവിടുത്തെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിലും, ഹോമോസൈഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അല്ലീലിനും പ്രശ്നമായിരിക്കും. ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അല്ലീലിനെ പ്രശ്നമാകത്തുള്ളൂ. അപ്പം ഈ ഓട്ടോസോമൽ ഡൊമിനൻ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റിസ്ക് എന്ന് പറയുന്നത് ഒരു അല്ലീലിന് മ്യൂട്ടേഷൻ സംഭവിച്ചാലും ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ടു ബി അഫക്റ്റഡ് ബൈ ദ ചേഞ്ചസ്, മ്യൂട്ടേഷണൽ ചേഞ്ചസ്. പിന്നെ രണ്ടിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഇൻഡിവിജ്വൽ വിൽ ബി അഫക്റ്റഡ് ബൈ ദ മ്യൂട്ടേഷൻ എന്നാണ്. അപ്പം ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിനും ഹൈ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഡിസോർഡർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓട്ടോസോമൽ
ഇത് നമ്മുടെ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. രണ്ടാമത്തത് ഓട്ടോസോമൽ റെസസീവ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും? റെസസീവിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? 2 അല്ലീലും റെസസീവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡർ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പം ഓട്ടോസോമൽ റെസസീവിൽ 2 ക്രോമസോം ഉണ്ട്, അതിൽ 1 അഫക്റ്റഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ആ വ്യക്തിക്ക് മ്യൂട്ടേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ വ്യക്തി എങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കും? ഹി ഓർ ഷീ വിൽ ബി എ ക്യാരിയർ ഓഫ് ദ പർട്ടിക്കുലർ ഡിസോർഡർ. പിന്നെ 2 അല്ലീലിനും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ? അയാളൊരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. ഒരെണ്ണത്തിന്, അതായത് ആ റെസസീവ് ക്യാരക്ടറാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരെണ്ണത്തിനാണ് ആ മ്യൂട്ടേഷൻ, ഒരു അല്ലീലിനാണ് ആ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഹി ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിങ് ദാറ്റ് പർട്ടിക്കുലർ ഡിസോർഡർ ടു ദി നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഓട്ടോസോമൽ മ്യൂട്ടേഷൻ. 2 രീതിയിലാണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് മ്യൂട്ടേഷൻ ആൻഡ് ഓട്ടോസോമൽ റെസസീവ് മ്യൂട്ടേഷൻ. അപ്പം അതിൽ നമുക്ക് ഇനി ഒരു എക്സാമ്പിളും കൂടി പറയാം. ഈ ഓട്ടോസോമൽ ഡോമിനൻ്റ് മ്യൂട്ടേഷൻ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഓട്ടോസോമൽ ഡോമിനൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന കേസിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. അതാണ് നമ്മൾ ഹണ്ടിങ്ടൺസ് ഡിസീസ് പറയും. ഇവിടെ വരുന്ന ഒരു എക്സാമ്പിളാണ് ഹണ്ടിങ്ടൺസ് ഡിസീസ്. ഇതൊക്കെ 1 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് എന്ന് പറയാം. ഇത് ഇവിടെ ക്രോമസോം നമ്പർ 4-നാണ് ആ മ്യൂട്ടേഷൻ സംഭവിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഓട്ടോസോമൽ റെസസീവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലോ, അതിന് ഏതായിരിക്കും ഒരു എക്സാമ്പിളായിട്ടൊരു ഡിസീസ്? നമുക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നുള്ളത് പറയാം. സിസ്റ്റിക് ഫൈബ്രോസിന് മുമ്പ് ഒരു ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കൂടുതലും നമ്മുടെ ലങ്സിലൊക്കെയുള്ള സെക്രീഷൻസ് ഭയങ്കര തിക്കായിട്ടുള്ള സെക്രീഷൻസ് ആയിരിക്കും. അത് പിന്നീട് എന്ത് പറ്റും? നമ്മളുടെ എയർവേ ഒക്കെ ബ്ലോക്ക് ആക്കി ഫൈനലി ദാറ്റ് മേ കോസ് ദ ഡെത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇൻഫെക്ഷൻസ് ഒക്കെ ഫർദർ വന്നിട്ടൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. ഇവിടെ ക്രോമസോം നമ്പർ 7-ലാണ് ആ മ്യൂട്ടേഷൻ വരിക. അപ്പോൾ അങ്ങനെ 2 എക്സാമ്പിളും നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഈ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ദി ടൈപ്സ് ഓഫ് ദി ക്രോമസോംസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അല്ലോസോമൽ മ്യൂട്ടേഷനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് ഓട്ടോസോമൽ മ്യൂട്ടേഷനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് അല്ലോസോമൽ മ്യൂട്ടേഷൻ. അല്ലോസോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു അവരെന്താണ്? അവർ സെക്സ് ക്രോമസോംസ് ആണ്. അപ്പം അല്ലോസോമൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പം അത് നമ്മുടെ സെക്സ് ക്രോമസോംസിനെ അല്ലെങ്കിൽ നമ്മുടെ അല്ലോസോംസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേറെയും കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. സെക്സ് ലിങ്ക്ഡ് മ്യൂട്ടേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് അബറേഷൻസ് എന്നുള്ളത് പറയാം, അതല്ലെങ്കിൽ സെക്സ് ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ അതിന് പേരുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് തമ്മിൽ 2 കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. മെയിൽസിൻ്റെ ക്രോമസോംസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് മെയിൽസിൻ്റെ ക്രോമസോം എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സ് ക്രോമസോമിൽ ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീനുണ്ട്, അല്ലെങ്കിൽ ഒരു അല്ലീൽ ഇരിപ്പുണ്ട്, ഒരു മെയിലാണല്ലോ. അപ്പം ഈ ഒരു എക്സ് ക്രോമസോം മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ലീൽ ഇരിക്കുന്നതാണെന്ന് വിചാരിക്കുക. അപ്പം ആ ഇൻഡിവിജ്വൽ ഓഫ് കോഴ്സ് ആ ഇൻഡിവിജ്വൽ എന്തായിരിക്കും? ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും. അതേസമയം ഒരു ഫീമെയിലാണെന്ന് വിചാരിക്കുക. ഈ ഫീമെയിലിൻ്റെ ഒരു എക്സ് ക്രോമസോമിൻ്റെ അകത്ത് ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ലീൽ ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു ഫീമെയിൽ ഒരിക്കലും ആ ഒരു മ്യൂട്ടേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാവില്ല, പക്ഷേ ഷീ വിൽ ബി എ ക്യാരിയർ. ഷീ ഈസ് കേപ്പബിൾ ടു ട്രാൻസ്ഫർ ദാറ്റ് പർട്ടിക്കുലർ മ്യൂട്ടേഷൻ ടു ദി നെക്സ്റ്റ് ജനറേഷൻ. അപ്പം അവരവിടെ ക്യാരിയറാണ്. അപ്പോൾ ഒരു ഫീമെയിൽ ഒരു മ്യൂട്ടേഷൻ കൊണ്ട്, ഈ സെക്സ് ലിങ്ക്ഡ് മ്യൂട്ടേഷൻ കൊണ്ട് ഒരു ഫീമെയിൽ അഫക്റ്റഡ് ആവണമെങ്കിൽ അയാളുടെ 2 എക്സ് ക്രോമസോമിലും ആ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള അല്ലീൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം ഈ കേസിൽ മെയിൽസിനാണ് കൂടുതലും റിസ്ക്, ഫീമെയിൽസ് അത്രയും റിസ്കി അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു അനുഗ്രഹമുള്ളത്, നിങ്ങൾ ഹീമോഫീലിയ എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പാർഷ്യൽ കളർ ബ്ലൈൻഡ്നെസ്. ഇത് ഈ ഹീമോഫീലിയ മീൻസ് ബ്ലീഡിങ് ഡിസീസാണ്. അപ്പം അത് യൂഷ്വലി നമ്മുടെ ഫീമെയിൽസിൽ കുറവാണ്. കാരണം അത് ഒരു എക്സ് ക്രോമസോമിലാണ് മിക്കവാറും അതിൻ്റെ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള അല്ലീൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട്
ഫീമെയിൽസിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഹീമോഫിലിക് ആയിട്ടുള്ള ആളുകൾ മെയിൽസ് ആണ്. അവർക്ക് ഒരു എക്സ് ക്രോമസോമേ ഉള്ളതുകൊണ്ട്. നമ്മുടെ ഫീമെയിൽസിന് അങ്ങനെ ഒരു കണ്ടീഷൻ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത്, മെൻസ്ട്രൽ സൈക്കിളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ഒക്കെ, നമുക്കത് ക്ലോട്ടിങ് വരാതെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാം, മരണം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരവസ്ഥ വരാം. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ ഒരു അനുഗ്രഹം പോലെ ഫീമെയിൽസിന് ഒരു എക്സ് ക്രോമസോമിൽ മാത്രമേ മ്യൂട്ടേഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ക്യാരിയറായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഫീമെയിൽ ഈ പറഞ്ഞ പോലെ രണ്ടെണ്ണത്തിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും, അഫക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയാൻ പറ്റുക. പിന്നെ ഇവിടെ ഈ ഒരു എക്സ് ക്രോമസോം ഒരെണ്ണമുള്ള നമ്മുടെ മെയിൽസിന് ഇതുപോലത്തെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുമ്പം അവരുടെ ഫീനോടൈപ്പിലും ആ ഒരു എക്സ്പ്രഷൻ വരും. അവർ ഏതെങ്കിലും ഡിസോർഡർ, ഇതുപോലെ ഹീമോഫീലിയയോ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്സോ ഒക്കെ ഉള്ളവരായിരിക്കാം. കാരണം അവർക്ക് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, ആ എക്സ് ക്രോമസോം അഫക്റ്റഡ് ആണ്. അപ്പം അങ്ങനെ വരുന്ന അഫക്റ്റഡ് ആയിട്ടുള്ള മെയിൽസിനെ നമ്മൾ ഹെമി സൈഗസ് എന്നാണ് പറയുക. ഒരു എക്സേ ഉള്ളൂ, ആ എക്സ് ക്രോമസോം ഈസ് അഫക്റ്റഡ്, സോ ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് ഓൾസോ അഫക്റ്റഡ്. അങ്ങനത്തെ അഫക്റ്റഡ് മെയിൽസിനെ നമ്മൾ ഹെമി സൈഗസ് എന്ന് പറയും എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ള അടുത്ത പോയിന്റ് അനദർ മ്യൂട്ടേഷൻ, അതിനെ നമ്മൾ ലീതൽ മ്യൂട്ടേഷൻ എന്ന് പറയും. ലീതൽ മ്യൂട്ടേഷൻ, ലീതാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, മരണം എന്നുള്ളതാണ്. അപ്പം ലീതൽ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, നമ്മളുടെ വൈറ്റൽ ആയിട്ടുള്ള ഫങ്ഷനെ ആയിരിക്കും അത് വന്നിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. വൈറ്റലായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുമ്പം റെസ്പിറേഷൻ, സർക്കുലേഷൻ, അങ്ങനെയുള്ള വൈറ്റൽ ഫങ്ഷൻസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എല്ലാം കയറി ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണമായിരിക്കും സംഭവിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ലീതൽ മ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി ഒരു ഫോർത്ത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ബേസ്ഡ് ഓൺ ദ ലെവൽ അറ്റ് വിച്ച് ദ ഹെറിറ്റബിൾ ചേഞ്ചസ് ഒക്കർ. ലെവൽ ആണ് പറയുന്നത്, ഏത് ലെവലിലാണ് ഹെറിറ്റബിൾ ചേഞ്ചസ് വരുന്നത് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതിൽ ഒരെണ്ണം ക്രോമസോമൽ മ്യൂട്ടേഷൻ. ഫസ്റ്റ് വൺ ഈസ് ദ ക്രോമോസോമൽ മ്യൂട്ടേഷൻ ഓർ ക്രോമസോമൽ അബറേഷൻസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തത് ജീൻ മ്യൂട്ടേഷൻ ഓർ പോയിന്റ് മ്യൂട്ടേഷൻ. ഇപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദ മ്യൂട്ടേഷൻ ദാറ്റ് ഇൻവോൾവ്സ് എ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓർ നമ്പർ ഓഫ് ദ ക്രോമസോംസ്. ക്രോമസോം യൂഷ്വലി ഉള്ള പെയർ നമ്പർ ആയിരിക്കില്ല, അതിൻ്റെ എണ്ണത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനോ എന്തെങ്കിലും വ്യത്യാസം വരാം. ഇനി ജീൻ മ്യൂട്ടേഷൻ ഓർ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ മ്യൂട്ടേഷൻ ദാറ്റ് ഇൻവോൾവ്സ് എ ഹെറിറ്റബിൾ ചേഞ്ച് വിത്തിൻ എ പർട്ടിക്കുലർ ജീൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീനിനാണ് പ്രശ്നം വന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ദി ജീൻ മ്യൂട്ടേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ടോട്ടൽ 4 രീതിയിലുള്ള പലതരം മ്യൂട്ടേഷൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് എന്തൊക്കെയാണ് അത് ഓരോന്നും എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ക്രോമസോമൽ ആൻഡ് ജീൻ മ്യൂട്ടേഷൻ, അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.